ഇതെന്താ ഈ സംഭവം? ഇതിപ്പോ ഇതിന്റെ അടിഭാഗം ഹോളാവൂലോ, അതിന്റെ ഉള്ളിൽ ഇത് പൊള്ളാവും ഇതുപോലെ ഇങ്ങനെ ഇരിക്കണ്ടാവും അടിഭാഗം. അപ്പൊ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ളതാണല്ലോ ഇത്. 1.5 അടിയുടെ രൂപമാണ്. ഇതിപ്പോ നമ്മൾ കൊടുക്കണ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഹോൾസെയിൽ റേറ്റ് 1000 രൂപയ്ക്ക് കൊടുക്കണത്. 1000 രൂപയ്ക്ക് ആർക്കായാലും 1000 രൂപയ്ക്കാണ് എല്ലാവർക്കും 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് 3 ഫീറ്റിന്റെ ആണ് വരണേ. കൈവിരിച്ച മാതാവിന്റെ ഇമാക്കുലേറ്റിന്റെ രൂപ കേട്ടോ, 3 ഫീറ്റിന്റെ. അത് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള ക്രൗൺ ആണ്. ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ഇത് മാതാവിന്റെ മറ്റേ ഇവിടെ തലയിലൊക്കെ വെക്കുന്ന കിരീടമാണ്. ഇത് സെപ്പറേറ്റ് ആണോ റേറ്റ് കൊടുക്കുന്നത് നിങ്ങൾ? ഇത് അതെ സെപ്പറേറ്റ് വരും. ഇത് ഇഞ്ചിന് 350 രൂപ വരും ഒരു ഇഞ്ചിന്. ഓക്കെ. ഇതാണ് നമ്മൾ ആദ്യം, ഇങ്ങനെയാണ് നമ്മൾ ആദ്യം മണ്ണിലാണ് ചെയ്യണത്. ആദ്യം കണ്ട ക്ലേയിലാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ രൂപങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു സ്ഥലത്താണ്, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഈ ഒരു യൂണിറ്റിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമസ്കാരം ചേട്ടാ. നമസ്കാരം. ജോബി എന്നുള്ള പേര്. അപ്പോൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 15 വർഷത്തോളമായി. 15 വർഷത്തോളമായി. അപ്പൊ ഇവിടെ തന്നെ ഫുൾ മേക്കിങ്ങും എല്ലാം ഹോൾസെയിൽ റേറ്റിന് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു യൂണിറ്റ്, ഇത് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത്ര നാൾ നമ്മൾ രൂപങ്ങളുടെ ഒക്കെ വീഡിയോ നമ്മൾ അത് ജസ്റ്റ് സെയിലാണ് കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടൻ കാണിച്ചു തരും. ചേട്ടാ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലേയിലാണ് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം, ഇങ്ങനെയാണ് നമ്മൾ ആദ്യം മണ്ണിലാണ് ചെയ്യണത്. ആദ്യം കണ്ട ക്ലേയിലാണ്. ഈ ഹെഡ് അപ്പോ ഇതിങ്ങനെ ഒരു ബേസ് ആണല്ലോ ഈ ഒരു അതിന്റെ ഉള്ളിൽ ക്ലേ വെച്ച് ചെയ്യുന്നതാണോ? അല്ല, ഇത് ഫുള്ള് ഇപ്പൊ ക്ലേ ആണിത്. അപ്പൊ നമ്മളിത് ആദ്യം ഹെഡിന്റെ വർക്ക് ആദ്യം കഴിച്ചിട്ട് അങ്ങനെ ഇത് ചെയ്യണത്. ഇത് വലിയ രൂപമുണ്ടോ? വലിയ ഇതൊരു 6 അടിയുടെ ഒരു ബ്ലെസ്സിങ് ജീസസ് ആണ് ചെയ്യണത്. 6 അടിയുടെ ബ്ലെസ്സിങ് ജീസസ്. അപ്പൊ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലേയില്, ചേട്ടൻ ക്ലേയിലാണ് ഇതിന്റെ പ്രോസസ്സ് ചെയ്യുന്നത്. ക്ലേയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് എത്ര ഒരു ടൈം പ്രോസസ് എടുക്കും ഇങ്ങനെ ഒരു സംഭവമായി വരാൻ? ഇതിപ്പോ ഒരു ആഴ്ച ആകുമ്പോഴത്തേക്കും, ഒരു 7 ദിവസം ആകുമ്പോൾ ഇത് ഫുള്ള് ക്ലേ വർക്ക് കഴിയും. 7 ദിവസമാണ് എടുക്കുക ഈ ഒരു. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ടാണ് അവർ ഇത്രയും ഇതില് പ്രോഗ്രസ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ്. അപ്പൊ ഇതിന്റെ പിന്നെ ഇത് മോൾഡ് ആക്കും നമ്മൾ. ഇത് ഫൈബറിൽ മോൾഡ് എടുക്കും വർക്ക് കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് ആണ് ഫൈബർ മോൾഡ് എടുത്തിട്ട് പിന്നെ ഫൈബറിൽ മോൾഡ് ആയി കഴിയുമ്പോൾ ഇതേപോലെ വരും. ഇതാണ് മോൾഡ് വരുന്നത്. അതെ, ഇങ്ങനെ കേട്ടോ ഇതിന്റെ മോൾഡ് വരുന്നത്. നമ്മൾ അതിലുണ്ടാക്കിയിട്ട് ക്ലേയിൽ ഉണ്ടാക്കിയിട്ട് അത് മോൾഡ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്യൂലേ ഫൈബറിൽ. ഇതിപ്പോ ഫൈബർ നമ്മളിപ്പോ മോൾഡിൽ ഫൈബർ പഠിച്ച് വെച്ചേക്കാണ്. ഇതിപ്പോ 2 ജോയിന്റ് ആണ് വരുന്നത്. കൂട്ടി ഒട്ടിക്കൊക്കെ ചെയ്യും. ഒട്ടിച്ചിട്ടാണ് വരിക. അതാണ് ഇതിന്റെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് മോൾഡ് ചെയ്തിട്ട് ഫൈബർ അടിക്കും. അത് ഏകദേശം ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അത് നമ്മളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തും. 2 സൈഡും കൂട്ടി ഒട്ടിച്ചിട്ട് പിന്നെ ഇതിന്റെ കൈയൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരിക. കൈയും കാര്യങ്ങളും ബാക്കി ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഷേപ്പ് മാത്രം ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കിയൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ ഇതിപ്പോ ഈ ഇതുപോലെ ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിനിഷിങ്ങിന്റെ ഒരു ഇതാണ് വരുന്നത്. ഇതാണല്ലോ. അപ്പൊ ഇതിപ്പോ ഇതിന്റെ ഒരു 3ാമത്തെ സ്റ്റേജാണ് ഇത് വരുന്നത്. ആള് മറ്റേ ഇരുന്നത് കുറച്ച് ഫിനിഷ് ചെയ്യാൻ രൂപങ്ങള്. അപ്പൊ അതിന്റെ ആ പ്രോസസ് തന്നെ ഇവിടെയും ആള് ചെയ്യുന്നത് തന്നെയാണ്. ഇവര് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു സംഭവം പ്രോസസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ കുറച്ച് പേര് ഇരുന്നിട്ട് നമ്മുടെ രൂപങ്ങള് മോൾഡ് ചെയ്ത് കഴിഞ്ഞ രൂപങ്ങള് ഇങ്ങനെ ഉരച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കണതാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇതാണ് ഒരു ബേസ് സെറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഇതിന്റെ കൈയും കാലൊക്കെ ഒട്ടിച്ച് അടിയൊക്കെ അടച്ച് ഈ ഒരു ഇതിപ്പോ അടിയൊക്കെ അടയ്ക്കണ ഒരു ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ അടിയൊക്കെ അടയ്ക്കുന്നതാണല്ലോ ചെയ്യുന്നത്. അതിന്റെ പുട്ടി വർക്ക്. ഇതെന്താ ഈ സംഭവം? ഇതിപ്പോ ഇതിന്റെ അടിഭാഗം ഹോളാവൂലോ, അതിന്റെ ഉള്ളിൽ ഇത് പൊള്ളാവും ഇതുപോലെ. ഇങ്ങനെ ഇരിക്കണ്ടാവും അടിഭാഗം. അപ്പൊ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ളതാണല്ലോ ഇത്. ജസ്റ്റ് ചേട്ടനൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റുമോ?
അതായത് നമുക്ക് അടി അടിച്ചവിടെ ഇപ്പം അടയ്ക്കണത് കാണിക്കാൻ പറ്റും നമുക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുട്ടി വെച്ചിട്ടേ ഒന്ന് അടയ്ക്കും. അപ്പോൾ നമുക്ക് അടയ്ക്കണത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണതാന്ന് തോന്നുന്നു. അതൊക്കെ വെച്ചേക്കുന്നത് എടുക്കാറായിട്ടില്ല. ഇതിങ്ങനെ ഹോളായിരിക്കും ഫൈബറിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഇനി അടിഭാഗം ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് അവിടെ ഇവിടെ ചെയ്ത് വെച്ചാണ്. അവിടെ പുള്ളി അതിൻ്റെ ഇതെന്താ പറയുന്നത്? ഇത് റെസിനാണിത്. ഫൈബറിന്റെ കെമിക്കൽ തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആൾ കാണിച്ചു തരും. ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ പശ പോലെ ഒട്ടുപോയി ഈ സാധനം. അപ്പോൾ അതാട്ടോ ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ. എന്നിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് വെക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ബേസ് അടയ്ക്കാനായിട്ടുള്ള ഇതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ കൈയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള രൂപങ്ങളാണ്. ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ അവിടെ പ്രോസസ്സ് കഴിഞ്ഞ് അടുത്തത് കൈ ഒട്ടിച്ചിട്ട് പിന്നെ അടിഭാഗം ക്ലോസ് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു അപ്പുറത്തേക്ക് പെയിന്റിങ്ങിൽ കൊണ്ടുപോകുന്ന സെക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ആ ചേട്ടൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ള രൂപങ്ങളെല്ലാം അങ്ങനെ അവർ ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമുക്ക് അപ്പുറത്തെ ഇതിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെയാണ് പെയിന്റിങ് നടക്കുന്നത് അല്ലേ? ഈ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഈ രൂപങ്ങളുടെ പെയിന്റിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ബ്രോ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ ഇത് ജീസസിന്റെ എന്തൊരു ഇത് ബ്ലെസ്സിങ് ജീസസ് 2 അടിയുടേത് 2 ഫീറ്റിന്റെ വരുന്നത്. 2 ഫീറ്റിന്റെ ബ്ലെസ്സിങ് ജീസസ്. അപ്പോൾ ഇത് ആള് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ നല്ല അടിപൊളിയായിട്ട് ബ്രോ പെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര സമയം എടുക്കും ബ്രോ ഇങ്ങനെ പെയിന്റ് ഫുൾ ഒരു രൂപം ഫുൾ പെയിന്റ് ചെയ്ത് കഴിയാൻ? അരമണിക്കൂർ കൊണ്ട് ഇതിങ്ങനെ ഫുള്ള് പെയിന്റ് ചെയ്ത് തരില്ലേ? ഇതാണോ ഫുൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ? ഇത് വർക്ക് ബാക്കിയുണ്ട്, ഇതുമേ കഴിഞ്ഞിട്ടില്ല. അതെ, ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം ഫുള്ള് വർക്ക് കഴിഞ്ഞ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ വേണ്ട ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു രൂപ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപം. ഫുൾ പെയിന്റിങ് കഴിഞ്ഞ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈബറിന്റെ രൂപമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ അതായത് ഈ ഒരു രൂപത്തിന് ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന റേറ്റ് എത്രയാണ്? ഇതിപ്പോ നമ്മള് ഇത് 1.5 അടിയുടെ രൂപമാണ്. ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഹോൾസെയിൽ റേറ്റ് 1000 രൂപയ്ക്ക് കൊടുക്കുന്നത്. 1000 രൂപയ്ക്ക് ആർക്കായാലും 1000 രൂപയ്ക്കാണ് എല്ലാവർക്കും 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് ഇത് ഹോൾസെയിൽ റേറ്റിനാണ് ചേട്ടോട് 1000 രൂപയ്ക്കാണ് ഈ ഒരു രൂപത്തിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2 ഫീറ്റ് ആണ് വരുന്നത്. ഇത് 2 ഫീറ്റ് രൂപ. ഇത് 2000 രൂപ റേറ്റിന് നമ്മൾ കൊടുക്കണം. റേറ്റ് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് ഈ റേറ്റ് വരുന്നത്. 2 ഫീറ്റിന്റെ ആട്ടോ. അപ്പോൾ 2000 രൂപയ്ക്കാണ് ഇത് നമുക്ക് കൊടുക്കുക. പിന്നെ ഇത് മാതാവിന്റെ ഗോൾഡ് ഐവറി ടോൺ ആയിട്ടുള്ളതാണ്. ഇത് 1.5 ഫീറ്റാ വരുന്നത്. ഇതും സെയിം ആ റേറ്റിലാണ്. ഇത് സെയിം 1000 രൂപ വരുന്നത്. 1000 രൂപയുടെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വലിയ രൂപം പുള്ളി പെയിന്റ് ചെയ്യുന്നുണ്ട്. ഇതാ അത് 3 ഫീറ്റിന്റെ ആണ് വരുന്നത്. കൈവിരിച്ച മാതാവിന്റെ ഇമാക്കുലേറ്റിന്റെ രൂപ കേട്ടോ, 3 ഫീറ്റിന്റെ. അത് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫൈബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ല, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇത് പണി ഏകദേശം കഴിഞ്ഞ ഇതൊക്കെ എത്രയായിരിക്കും റേറ്റ് വരാം? ഇതിപ്പോ 2.5 അടിയാണ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 4 രൂപയുടെ അടുത്ത് റേറ്റ് വരും. 3,800 4 രൂപയുടെ അടുത്ത് വരും. ആ ഒരു റേറ്റ് ആട്ടോ ഇതിന് വരാം. ഇവിടുത്തെ റേറ്റ് ആണ് ഇത് പറയുന്നത്. നമുക്ക് ഹോൾസെയിൽ റേറ്റ് കടകളിലൊക്കെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം വരും. ഇത് 3 ഫീറ്റിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു 4,500 നമ്മൾ കൊടുക്കും. 4,500 3 ഫീറ്റ്. ഷോപ്പിലൊക്കെ വരുമ്പോൾ ഒരു 6,500 റേറ്റ് വരും. 3 ഫീറ്റിന്റെ 6,500 വരും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് ചേട്ടൻ എല്ലാം കൊടുക്കുന്നത്. ഈ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പെയിന്റിങ് ഏകദേശം കഴിഞ്ഞ് ഇനി ബാക്കി ചെയ്യാനുള്ള രൂപങ്ങളൊക്കെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഏകദേശം പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള
രൂപങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് മറ്റേ വിൻസെന്റ് സെന്റ് ആന്റണി രൂപ, ഇതൊക്കെ എത്ര റേറ്റ് സ്റ്റാർട്ട് ഇതൊക്കെ നമ്മളെല്ലാതും ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത്. ഒരേ റേറ്റ് ഒക്കെ 1.5 അടി മൊത്തം 1000 രൂപ റേറ്റിനാണ്. 1.5 അടിയുടെ രൂപങ്ങൾക്കെല്ലാം ഒരു 1000 രൂപ റേഞ്ചിലാട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ കിരീടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ക്രൗണൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അവിടെയാണ് കിരീടം. അതിന്റെ മറ്റേ പെയിന്റ് അടിക്കാത്ത അത് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക്. പുള്ളി അത് ക്രൗണാടാ. ക്രൗൺ സ്റ്റാർട്ടിങ്. ഇതിപ്പോ നമ്മളൊരു 1.5 അടി 2 അടിക്കൊക്കെ വെക്കാവുന്ന മാതാവിന്റെ കിരീടമാണ്. കിരീടങ്ങളാണ്. അപ്പൊ ഇതിപ്പോ പെയിന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ ഇനി ഇത് പ്ലേറ്റിംഗ് ആണ് ചെയ്യണത്. ഇത് പിച്ചളയുടെയാണ് ഇത് വരുന്നത്. ഇത് വർക്ക് കഴിഞ്ഞാണ് നമ്മളിത് പ്ലേറ്റിങ്ങിന് കൊടുക്കും. പ്ലേറ്റിംഗ് നമ്മൾ ഇവിടെ ചെയ്യില്ല, അത് പുറത്ത് കൊടുക്കുക ചെയ്യാം. അപ്പൊ ഇതാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇത് പ്ലേറ്റിംഗ് ചെയ്യാത്തതാണ്. പ്ലേറ്റിംഗ് ചെയ്യാത്തൊരു. അപ്പൊ ഇത് ഇനി പ്ലേറ്റിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് വെക്കാനായിട്ടുള്ള ഇതിലേക്ക് സെറ്റപ്പിൽ ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് വരാം. ഇത് പ്ലേറ്റിംഗ് കഴിഞ്ഞാൽ ഗോൾഡ് പോലെ ഗോൾഡ് പ്ലേറ്റിംഗ് വരും. അത് ഗോൾഡ് പ്ലേറ്റിംഗ്. ഓക്കെ, കാണാൻ നല്ലതാവും, നല്ല ഭംഗിയാവും കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ 1.5 അടി മാതാവിനൊക്കെ ഇങ്ങനെ കിരീടം വെക്കാനായിട്ടുള്ള വരുന്നത്, ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ടുള്ളതാട്ടോ. ഇത് പ്ലേറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയാവും ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചേട്ടാ, അപ്പോൾ നമുക്ക് ഇതിന്റെ ചേട്ടൻ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ ഇതിന്റെ ബാക്കി കുറെ കഴിഞ്ഞത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ നമ്മൾ കണ്ട ആ പിച്ചളയുടെ ഒരു ഫിനിഷ്ഡ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ഏതാണ് ആ ഒരു കിരീടം? ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള ക്രൗൺ ആണ്. ഇത് ഫുള്ള് പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ഇത് മാതാവിന്റെ മറ്റേ ഇവിടെ തലയിലൊക്കെ വെക്കുന്ന കിരീടമാണ്. ഇത് സെപ്പറേറ്റ് ആണോ റേറ്റ് കൊടുക്കുന്നത് നിങ്ങൾ? ഇത് അതെ സെപ്പറേറ്റ് വരും. ഇത് ഇഞ്ചിന് 350 രൂപ വരും ഒരു ഇഞ്ചിന്. ഓക്കെ, ഇത് എത്ര വലിപ്പമുണ്ട്? ഇത് 3 ഇഞ്ചാ വരുന്നത്. 3 ഇഞ്ചാ വരുന്നത്. പിന്നെ ഇത് നമ്മള് 1.5 ഇഞ്ചും എല്ലാ അളവിലും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും. ഈ ഒരു സൈസിലും ഇതൊക്കെ ചെറുതൊക്കെ ചെറിയ സൈസ്, അതിന്റെ കുറച്ചും കൂടെ വലുത്, അതിന്റെ ഏറ്റവും വലുതാണ് നമ്മൾ കണ്ടത്. പല അളവിലും നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇത് കിരീടം തന്നെയാണ്. ഇതും മാതാവിനൊക്കെ വെക്കണ കിരീടം തന്നെയാണ്. ഈ ടൈപ്പ് ഇതൊക്കെ നമ്മളെ ഈ സെന്റ് ജോസഫ്, സെന്റ് സെബാസ്റ്റ്യൻ അങ്ങനത്തെ സ്റ്റാച്ചുവിന് വെക്കണ ക്രൗൺ. അത് ഇതൊക്കെ നമുക്ക് മാതാവിനൊക്കെ വെക്കണ ടൈപ്പ് ക്രൗൺ. പല പല സൈസുകളാണ്. എല്ലാ സൈസും ഉണ്ട്. പല പല സൈസുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് ലില്ലിപ്പൂ, പുഷ്പവടി എന്നൊക്കെ പറയൂ. ഇത് ചില സ്ഥലക്കാരൊക്കെയാണ് ഇത് മേടിക്കുള്ളൂ. നേർച്ചയ്ക്ക് കൊണ്ടുപോകണതാണ്. ഇത് ഇപ്പൊ നേർച്ചയ്ക്ക് വേണ്ടിട്ട് കൊണ്ടുപോകണതാ. പുഷ്പവടി എന്നൊക്കെ പറയുന്ന ഇതാട്ടാ. പിന്നെ ഇത് കാൻഡിൽ സ്റ്റാൻഡ് ആണ്. ഇത് പിച്ചളയുടെയാണ് വരുന്നത് കേട്ടോ. ഇത് ഫുള്ള് പിച്ചളയുടെ ഇതാണ് വരുന്നത്. പിച്ചളയുടെ കാൻഡിൽ സ്റ്റാൻഡുകളാട്ടോ. ഇതിനൊക്കെ എത്ര റേറ്റ് വരും? ഇതിനൊക്കെ ഒരു 750 രൂപ റേറ്റ് വരും. പിച്ചളയുടെ ആണ്. അപ്പൊ ഇതൊന്നും പുറത്തുനിന്ന് മേടിക്കാം. ഇതൊക്കെ നമ്മളിവിടെ ചെയ്യണതാ. ഇത് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടില്ല. അത് ഇവിടെ മാത്രം ഉള്ളതാണ് നമ്മൾ ചെയ്യണത്. അത് മേടിക്കാൻ കിട്ടില്ല. പിന്നെ കയ്യിലിരിക്കുന്നത് കുരിശിന്റെ, ഇത് ഇവിടെ തന്നെ മരത്തിൽ മരത്തിന്റെ കുരിശ് രൂപ വരുന്നത്. ഇത് 24 ഇഞ്ചിന്റെ കുരിശ് രൂപ വരണേ. 24 ഇഞ്ചിന്റെ. ഇത് മരം തേക്കും, ഇത് കുമിഴാണ് വരുന്നത്. ഈ കുരിശ് വരുന്നത് തേക്ക വരുന്നത്. ഇത് കുമിഴ് ആയിട്ട് വരുന്നത്. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കണം അവിടെ? ഇതിപ്പോ നമ്മള് 2800 രൂപയ്ക്ക് കൊടുക്കണം. അങ്ങനെ റേറ്റ് വരുന്നത്. 24 ഇഞ്ച് വരും. ഇത് 24 ഇഞ്ച് വരുന്നുണ്ട്. 2800 കൊടുക്കുന്നത് അവിടെ. അങ്ങനെ അതുണ്ട്. പിന്നെ ബൈബിൾ സ്റ്റാൻഡ് ഒക്കെ വരുന്നത്. ഇതിപ്പോ 2-3 ടൈപ്പ് ഉണ്ട്. ബൈബിൾ സ്റ്റാൻഡ്. ഇതിപ്പോ മൾട്ടിവുഡിന്റെ ആട്ടോ. അത് മൾട്ടിവുഡിന്റെ. ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 350 രൂപ. 350 രൂപയാണ്. ഇതിന്റെ ചെറുതും ഉണ്ട്, 300ന്റെ ഉണ്ട്. ചെറിയ പല പല സൈസുകളുണ്ട്. ബൈബിൾ സ്റ്റാൻഡുകളുണ്ട് ഇവിടെ. പിന്നെ ഇത് വേറൊരു ടൈപ്പ്. ഇതൊരു വേറൊരു ടൈപ്പ് ബൈബിൾ സ്റ്റാൻഡാണ് വരുന്നത്. ടെക്സ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റാൻഡ്. ഇതിനൊക്കെ ആ റേറ്റ് തന്നെ 350 രൂപയാണ്. 350 രൂപ റേറ്റിന്റെ ഒക്കെയാണ് ഇത് വരുന്നത് ബൈബിൾ സ്റ്റാൻഡുകളുടെ. അപ്പൊ അങ്ങനെ ഒരു രൂപങ്ങൾക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും രൂപങ്ങളും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്
ഈ ജോബി ചേട്ടൻ്റെ ഈ ഒരു യൂണിറ്റ്. ഈ ഷോപ്പ് ഇതായത് ഈ യൂണിറ്റ് കറക്റ്റ് വരുന്നത് എവിടെയാണ്? ഇത് നടത്തറ എന്ന് പറയും, മണ്ണുത്തിക്ക് അടുത്താ. നടത്തറ കൊഴുക്കുള്ളി പള്ളിയുടെ ബാക്ക് സൈഡായിട്ട് വരും. ഓൺലൈനായിട്ടാണ് ചേട്ടൻ കൂടുതൽ ചെയ്യുന്നത്? ഓൺലൈനും ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ഷോപ്പുകളിലേക്ക് സപ്ലൈ ഉണ്ട്. ഷോപ്പ് സപ്ലൈ ഉണ്ട്, പിന്നെ ഓൺലൈനായിട്ടും, പിന്നെ പള്ളികളിലേക്കുള്ള വർക്കും, പള്ളികളിലും വർക്ക് ചെയ്യുന്നുണ്ട്. പള്ളികളിൽ പോയിട്ട് അങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പ് വരുന്ന നടത്തറയിലാണ്. നിങ്ങൾക്ക് ഓർഡർ മുൻകൂട്ടി കൊടുക്കണം, അങ്ങനെ ആണ് ഇതിന്. അതായത് ഇവിടെ എപ്പോഴും നമ്മൾ പറഞ്ഞ അനുസരിച്ച് അവർ ചെയ്ത് തരുള്ളൂ, അല്ലാതെ ഇവിടെ സ്റ്റോക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഓർഡർ കൊടുക്കണ അനുസരിച്ച് ഇവർ ആ റേറ്റിന് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ ആളെ വിളിച്ച് ഓർഡർ കൊടുക്കുക, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് നമുക്കൊരിത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ്റെ ഈ ഒരു ലൊക്കേഷനും പിന്നെ ഈ ഒരു ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും, ഈ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.